അടുത്ത കോലം കണ്ടാൽ തന്നെ അറിയാലോ. അതെ, നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടപ്പെട്ടാ കയറി വന്നില്ല. മറ്റേ ട്രക്കിങ് കഴിഞ്ഞിട്ട് അടുത്ത ട്രക്കിങ്ങിലോട്ട് ഇത്രയും ഹാർഡായിരിക്കും ഞങ്ങൾ വിചാരിച്ചില്ല. ഇത് അഞ്ചരയിൽ കീഴിച്ചാണ്. ഇത് ഇനി മീൻ കയറാം. യെസ്, തുടക്കം മാത്രമേ. സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. ഉച്ചവെയിലത്തൊക്കെ കയറും. വഴിയിരുന്ന എൻ്റെ ഫോണിൽ നല്ല ഭംഗിയുണ്ടാണ്. നല്ല രീതിയിൽ കറുത്ത് കേട്ടോ ഗൈസ്. ഇതാണ് വ്യൂ. സോറി ഗൈസ്. അതെ, സോറി ഗൈസ്. യെസ്, ഗൈസ് നല്ല ഹൈറ്റിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ വീട്ടിൽ ഇരിക്കാതെ മലയും കുന്നും കയറാൻ തയ്യാറായ നിങ്ങളുടെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കൂ. അതെ അതെ, എന്നിട്ട് ഇതേപോലെ കറുത്ത് കഷ്ടപ്പെട്ട് പുറത്തെടുക്കാം. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഒരു ദിവസം തന്നെ 2 ട്രക്കിംഗ് നോക്കരുത് ഗൈസ്. ഓൾറെഡി നമ്മൾ ഹരിഹർ ഫോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഹരിഹർ ഫോർട്ട് ട്രക്കിംഗ് കഴിഞ്ഞ് ഇത്രയും ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇത്രയും ഹെവി ആണെന്ന് അറിയില്ല. അതെ, വിചാരിച്ചതിനേലും പാടാണ്. കിതക്കുന്നില്ല. ഒന്നുമില്ല, പോകോ. എങ്ങനെ പോകുന്നു? പുള്ളിയൊക്കെ പശുക്കുഞ്ഞ് അതോടെ വെച്ച് നടക്കുന്നത്. ആട് പശു, അത് പശുവാണ്. അതിൻ്റെ കുഞ്ഞ പുള്ളി ഇതിനെ കൊണ്ട് എവിടെ കൊണ്ടുപോയി? ആട്ടിടേനാണ് അതിന് പുള്ളി. പശുവിനെ കൊണ്ടാണ് ആട്ടിടേ. ന്യൂ ജനറേഷൻ ആട്ടി. ഞാറൊക്കെ ആയത്, പക്ഷെ ഇവിടുത്തെ ഫേമസ് സാധനമാണെന്നാണ് ഇവന്മാർ പറയുന്നത്. വടാപ്പാവ് പോലത്തെ ഒരു ഐറ്റം, ദേശീയ ഭക്ഷണം. എല്ലായിടത്തും ചെന്നാലും മുന്തിരി പോലെ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് കാണും. നമുക്കിത് എന്താണ്, നമുക്കിത് വലിയ കാര്യം തോന്നത്തില്ല. പക്ഷെ ഇവർക്ക് ഇത് നമ്മുടെ ടൈപ്പ് ഞാറൊക്കെ അല്ല ഇവിടെ. ഇതാണ് നമ്മുടെ ഒരു വട്ട ടൈപ്പ് അല്ലേ ഇത്. ചെറിയ ടൈപ്പ് മുന്തിരി പോലെ ഇരിക്കുന്നത്. ഇത് ഇതിന്റെ മരമാണിത്. ഇത് ബായ് നമ്മളോട് പറഞ്ഞ് പറിച്ച് മേളിൽ നിന്ന് പറിച്ച് തിന്നോളാം. ഞങ്ങളങ്ങനെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു. മാഗി ആയിക്കൊണ്ടിരിക്കുക. ഒരു മാഗിക്ക് 50 രൂപ. അതെ, പിന്നെ കൊള്ളാം. പിന്നെ ഇവിടെ ഒരു കടയിടാൻ തന്നെ പ്ലാൻ. അതെ, തിരിച്ച് പോകേണ്ടതും ലീവ് കുറച്ചുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. കൊള്ളാം.